അപ്പൊ നമുക്ക് നേരെ അഴീക്കലിലോട്ട്. അപ്പം ഗൈസ് നമ്മൾ ഏകദേശം മച്ചാന്റെ വീട്ടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം ഗൈസ് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. പാലം കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ഇനി വലത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പം നമ്മൾ അഴീക്കൽ കടപ്പുറം എത്തി. കടൽമച്ചാന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ അവിടുന്ന് കുറച്ച് വലഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത്. നമുക്ക് അവിടുന്ന് വഴി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മള് കറക്റ്റ് ഇപ്പം എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവര് എവിടെ യാത്ര പോയിട്ട് വന്നിരുന്നായിരുന്നു. എവിടെയായിരുന്നു യാത്ര? ഞങ്ങള് കൊച്ചിയിൽ പോയിട്ട് വന്നതാണ്. ഇവര് കൊച്ചിയിൽ ഇപ്പം പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. എത്ര മണിക്ക്? 4 മണിക്കെങ്ങാണ്ട് എത്തിയതേ ഉള്ളെന്നാണ് സന്ധ്യാമ്മ പറഞ്ഞത്. പ്രിയ സുഹൃത്തുക്കളെ, സംഗതി വേറൊന്നുമല്ല, ചെറുക്കൻ വളർന്നു വരുന്ന ഒരു വ്ളോഗറാണ്. വീഡിയോയില് നമ്മുടെ ചെറുക്കൻ്റെ വീഡിയോ ആണ്. കാണുന്നവരെല്ലാവരും സപ്പോർട്ട് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വളർന്നു വരുന്ന നല്ലൊരു വ്ളോഗറാണ്. അപ്പോൾ ഒന്നുകൂടെ ഉറക്കെ പറ, എന്ത് ചെയ്യണം വീഡിയോ കാണുന്നവർ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമ്മൾ കടൽമച്ചാന്റെ വീട്ടിൽ പോയി. നമ്മൾ കടൽമച്ചാനെയും കണ്ട്, സന്ധ്യാമ്മയും കണ്ട്, പിന്നെ പേളേച്ചയും കണ്ട്. മച്ചാന്റെ അച്ഛനെ കാണാൻ പറ്റിയില്ല, അച്ഛൻ പുറത്ത് പോയിരുന്നതാണ്. അപ്പം ഇവരെ കണ്ടത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.